സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് മാഞ്ഞൂരിന്റെ നേതൃത്വത്തിൽ കോളേജിലെ NSSുമായി സഹകരിച്ച് എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം മാഞ്ഞൂർ ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ജോമി മാത്യുവിന്റെ അധ്യക്ഷതയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ റോബർട്ട് തോമസും NSS വോളണ്ടിയർ മനോവ ജോർജും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാല ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ഷിനോബി കുര്യൻ എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡിസംബർ 1 നമ്മൾ എയ്ഡ്സ് ദിനം, അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും HIV എയ്ഡ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ലോകത്തിൽ വരുത്തുന്ന വിപത്ത് എന്താണ് എന്നൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ വിവിധ തരം മീഡിയ കണ്ടന്റുകളിലൂടെ എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ നമുക്കറിയാം. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അംഗീകൃതമല്ലാത്ത ബ്ലഡ് ബാങ്കിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത് വഴിയും അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് സിറിഞ്ച് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അപ്പോൾ അവർ മാറി മാറി ഉപയോഗിക്കുന്ന സിറിഞ്ചിൻ്റെ പ്രത്യേകത കൊണ്ടുമെല്ലാം എയ്ഡ്സ് പകരാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗണ്യമായ തോതിൽ ഈ എയ്ഡ്സ് ബോധവൽക്കരണം ക്ലാസ്സുകൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൽഫ് ഗവൺമെൻറ്റുകളെല്ലാം ഒത്തിരി തരത്തിൽ അതൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി നടത്തുന്നുണ്ട്. എല്ലാ വർഷവും ഈ രീതിയിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി KSAX എന്ന് പറയുന്ന സ്ഥാപനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമുക്കൊരു ഡ്രാമ കോമ്പറ്റീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാം കൃത്യമായിട്ട് അത് മത്സരിക്കുകയും കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്ട് ലെവലിൽ അതിൽ 1ാം സ്ഥാനം എത്തുകയും ചെയ്തതാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹം നേരിടുന്ന വളരെ വലിയൊരു ആരോഗ്യ വിപത്ത്, അത് അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗം. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ പാസ്സായതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേട്ടു തുടങ്ങുന്നത്. പക്ഷെ അതിന് മുൻപേ തന്നെ അമേരിക്കയിലൊക്കെ ഇത് വളരെയേറെ ചർച്ചയായിരുന്നു. കാരണം വളരെ പ്രശസ്തരായ ചില ആൾക്കാർ, മിഷേൽ ഫൂക്കോ എന്നൊരു വലിയ ചിന്തകനുണ്ട്, ഞങ്ങളൊക്കെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഫിലോസഫറാണ്. അദ്ദേഹം ഈ ബർത്ത് ഓഫ് ദ ക്ലിനിക് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആധുനിക മെഡിക്കൽ സമ്പ്രദായങ്ങളൊക്കെ നിലവിൽ വന്നതെന്നും ഒക്കെ ചർച്ച ചെയ്യുന്ന. അതിനുവേണ്ടി അദ്ദേഹം ഒരു ക്ലിനിക്കിലാണ് ഗവേഷണങ്ങളൊക്കെ കൂടുതൽ നടത്തിയത്. അതേ ക്ലിനിക്കിൽ അദ്ദേഹം എയ്ഡ്സ് ബാധിതനായിട്ട് 83 തോന്നുന്നു മരിച്ചു. അപ്പൊ അന്ന് വലിയൊരു ചർച്ചയായിട്ട് അത് മാറിയിരുന്നു. ഞാനത് അറിയുന്ന 1 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് ലോകത്തിൽ ഇത്രയും വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച ചർച്ചകൾ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന്. പിന്നീട് പല വാർത്തകളിലൂടെ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇന്നിപ്പോൾ എയ്ഡ്സിനോടുള്ള പേടിയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാൾ എയ്ഡ്സ് ബാധിച്ച് മരിച്ചാൽ ആ വ്യക്തിയുടെ മക്കള് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ അധ്യാപകർ ഉൾപ്പെടെ പേടിച്ചിറങ്ങി ഓടിയ ചരിത്രങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വളരെയേറെ വലിയ പോരാട്ടങ്ങൾ എയ്ഡ്സ് ബാധിച്ചവരുടെ മക്കളെ സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട്, അതിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഉൾപ്പെടെ അന്ന് ആ സ്കൂളിൻ്റെ മാനേജറായിരുന്ന വ്യക്തി വളരെ ധീരമായ ഒരു തീരുമാനം എടുത്ത് പേരൻസിനെയൊക്കെ വിളിച്ചു വരുത്തി, ഇവിടെ ഒരു എയ്ഡ്സ് ബാധിച്ച വ്യക്തിയുടെ മകൾ പഠിച്ചാൽ ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ മറ്റുള്ളവർക്ക് എയ്ഡ്സ് പകരത്തൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ട് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത സാഹചര്യം വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പോലും ഇറങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നേടേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇത്തരം പ്രോഗ്രാംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ വർഷം ജൂൺ മാസം മുതൽ പാല സെന്റ് തോമസ് കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ കോളേജുകളിലെ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്ന എനിക്ക് വളരെ തന്റേടമായി തന്നെ പറയാം, ഏറ്റവും നല്ല രീതിയിലുള്ള പുണ്യപ്രവൃത്തികളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കോളേജാണ് പാല സെന്റ് തോമസ് കോളേജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തി, നമ്മുടെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 75 ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ഒന്നിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്ന കേരളത്തിലെ തന്നെ വലിയൊരു സംഭവമായി മാറാൻ പോവുകയാണ്. തീർച്ചയായും പാല സെന്റ് തോമസ് കോളേജിലെ NSS യൂണിറ്റ് അടുത്ത തിങ്കളാഴ്ച കൊണ്ട് കൂടുതൽ ഉയരങ്ങളിൽ എത്തും എന്നുകൂടി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം മുഴുവൻ നല്ല കാര്യങ്ങൾ, പുണ്യപ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യാം. അതിനായി ലയൺസ് ഡിസ്ട്രിക്ട് 318Bയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള 125ഓളം ക്ലബ്ബുകളിൽ നിങ്ങളെ സഹായിക്കുവാൻ മുന്നിട്ട് വരുന്ന ക്ലബ്ബുകളെല്ലാം
നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും ഉയരങ്ങളിൽ ഈ വർഷം നമ്മുടെ കോളേജിന്റെ പേര് ലോകം മുഴുവൻ അറിയിക്കുന്ന രീതിയിൽ നല്ല നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രോഗ്രാം ഓഫീസറുള്ള അല്ലെ 2 പ്രോഗ്രാം ഓഫീസർമാരുള്ള പാലാ സെന്റ് തോമസ് കോളേജിനോട് ലയൺസ് ഡിസ്ട്രിക്ട് 318Bയുടെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പൾ, നമുക്കറിയാം നിങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പളിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന മാന്യൂർ ലയൺസ് ക്ലബ്ബ്, അതിന്റെ പ്രസിഡന്റിന് വരാൻ സാധിച്ചിട്ടില്ല, മുൻ പ്രസിഡന്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കോളേജിലും അതുപോലെ തന്നെ ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലയൺസ് ക്ലബ്ബാണ് മാന്യൂർ ലയൺസ് ക്ലബ്ബ്. മാന്യൂർ ലയൺസ് ക്ലബ്ബിനോട് ഡിസ്ട്രിക്ട് 318Bക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലയൺസ്. യങ്ങസ്റ്റ് ക്ലബ്സ് ഇൻ 318B. നിങ്ങൾക്ക് തോന്നും ഞങ്ങളാണോ യങ്ങസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയും വി ആർ ദി യങ്ങസ്റ്റ് ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 50s 60s കഴിഞ്ഞിട്ടായിരിക്കും മോസ്റ്റ്ലി ഡാൻസ് ക്ലബിലേക്കൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് അതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലേക്ക് വരിക. ഞാൻ KCYM എന്നൊരു സംഘടനയിലൂടെ സ്റ്റാർട്ട് ചെയ്ത കരിയറാണ്. അതിലൂടെ പിന്നെ പ്രൊഫഷണലി ഞങ്ങൾ മൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സിബി ചേട്ടനെ പോലെ കുറച്ച് ആൾക്കാരെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ലയൺസ് ക്ലബ് ഓഫ് മാന്യൂർ. സോ അവർ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂത്ത് ആണ്. ഞങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റർ റോബർട്ട് സാർ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയർ പാലാ സെന്റ് തോമസ് ഒരു സ്കൂൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ലൈബ്രറിക്ക് ഒരു സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഡിസ്കഷനും കൂടാതെ ഒരു ഇനീഷ്യൽ മീറ്റിംഗ് പോലും കൂടാണ്ട് ആ സമയത്ത് ഞങ്ങൾ ഫണ്ട് അലോക്കേഷൻ ഞങ്ങൾ അപ്രൂവ് ചെയ്തതാണ്. ബിക്കോസ് യു ആർ ദ യൂത്ത്, യു ആർ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി. സോ ഞങ്ങൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി യൂത്ത് ആണ്. സോ ടുഡേ ഓൾസോ വി ആർ ഹാപ്പി ടു സ്പോൺസർ യു ദിസ് മീറ്റിംഗ് ആൻഡ് ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. ഗ്രേറ്റ് ഫ്യൂച്ചർ ഫോർ യു, ഹാപ്പി ലേണിംഗ്. താങ്ക് യു. WHO പറയുന്ന ഏത് ഏജ് ഗ്രൂപ്പാണ് അഡോളസൻ? 10 to 19 years ആണ്. അപ്പൊ നിങ്ങൾ പലരും അഡോളസന്റ് ഏജ് കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചവരോ യുവാക്കളോ യുവതികളോ ഒക്കെയാണ്. യൂത്ത് കോമൺലി പറയുന്ന അറൌണ്ട് 15 to 24 years ആണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ യുവതി യുവാക്കന്മാർ ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായിട്ടൊന്ന് പറഞ്ഞേ, നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പറഞ്ഞു. മോളുടെ പ്രശ്നമാണെന്നില്ല, ജനറൽ പറയുന്ന ഓരോരുത്തരും പ്രശ്നമാണ്, തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. ഡ്രഗ് അബ്യൂസ് അല്ലെ, ഭയങ്കര കോമൺ ആണ്. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് തരുന്ന ഒരു ചോക്ലേറ്റ്, ഒരു മുട്ടായി, ഒരു ജ്യൂസ് പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ സുഹൃത്തുക്കളെ വിശ്വസിക്കുന്നത് നല്ല കേട്ടോ, ഒരു ക്വസ്റ്റ്യനബിൾ ആണ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ അല്പം മനസ്സിലാക്കും. രണ്ടാമത് എന്താണ് മീഡിയ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അല്ലെ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് അപ്പൻ്റെ അമ്മയുടെ ഒന്ന് മുഖത്ത് നോക്കാനോ, ഇന്ന് രാവിലെ നമ്മൾ വീട്ടിൽ എണീച്ച് പോന്നല്ലേ, എണീച്ച് വന്നപ്പോൾ കട്ടിലൊക്കെ ഒന്ന് വിരിച്ച് തലവണ്ണൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? ഇന്നലെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ സ്വയം അലക്കി എത്ര പേരുണ്ട്? ഹാർഡ്ലി 20%. അപ്പൊ നമ്മുടെയൊക്കെ സമയം ഇപ്പൊ നമ്മളിപ്പോ എടുത്ത് നോക്കിയാൽ പറ്റും, യൂട്യൂബ്, പല സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്നിനും കൊള്ളാത്ത ചപ്പ് ചവർ ചാനലിന് പോലും 5 lakhs 10 lakhs സബ്സ്ക്രൈബർ ആണ്. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആരാ? ഇവർക്ക് വാച്ച് അവർ കൊടുക്കുന്നത് ആരാ? ഇതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? മീഡിയയുടെ ഉപയോഗം പലപ്പോഴും അതിൽ വിട്ടു പോകുന്നില്ലേ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്യുക. നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഇടുന്ന നമ്മുടെ വാച്ച് അവർ ഒന്ന് സ്ക്രീൻ ടൈം ഇടയ്ക്കൊന്ന് നമ്മൾ സെർച്ച് ചെയ്യണം.